അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഇറാനിലെ യുദ്ധത്തിലെ ഏറ്റവും പുതിയ വിവരം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയും ഇസ്രായേലും നല്ല പെടലാപ്പെട്ടത്. അവർക്കൊരിക്കലും ഇറാനെ തോൽപ്പിക്കാൻ കഴിയില്ല, 100% ഉറപ്പായി. അവരിപ്പോൾ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചേക്കാം. ഇറാന് പറഞ്ഞിട്ടുള്ളത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നാശം കാണാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന്. കാരണം ഇസ്രായേലിൽ ഇറാന് കൊണ്ടിടുന്ന ബോംബുകൾ ക്ലസ്റ്റർ ബോംബുകളാണ്. ക്ലസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞാൽ ഒരു ബോംബാണ്, ഒരു മിസൈലാണ് വരിക. അതങ്ങോട്ട് വന്ന് ആകാശത്ത് 80ഓളം ബോംബുകളായിട്ട് മാറിയിട്ട് തലങ്ങും വലങ്ങും വന്ന് വീഴുക. ഇതൊരിക്കലും യുദ്ധത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ബോംബുകളാണ്, ആയുധമാണത്രേ. പക്ഷേ ഇതാണ് ഇസ്രായേലിൽ കൊണ്ടിടുന്നത്. പക്ഷേ ലോകം ഇത് മറച്ചു വെക്കുകയാണ്. ഒരുപാട് ആളുകളെ കൊടുത്തിട്ട് ഇസ്രായേലൊന്നും പറ്റിയിട്ടില്ല, ഇസ്രായേലൊന്നും സംഭവിച്ചിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോ ഇറങ്ങുന്നുണ്ട്. ഒരു യുവതിയുടെ വീഡിയോ ഉണ്ട്, ഞങ്ങളിവിടെ കളിയാക്കിക്കൊണ്ട് ഇസ്രായേൽ ചാരമായി, ഞങ്ങളൊക്കെ തകർന്നു പോയി എന്നൊക്കെ പറയുന്നൊരു വീഡിയോ. ഈ പരിഹാസത്തിനപ്പുറം നടക്കുന്നത് മറ്റെന്താണെന്നറിയോ? 600-700ഓളം അമേരിക്കൻ സൈന്യങ്ങളെ ഇറാൻ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇസ്രായേലിൻ്റെ നഗരങ്ങൾ മുഴുവനും നല്ലൊരു ഭാഗം തകർത്ത്. പിന്നെ അവിടുത്തെ നിയമങ്ങൾ മൂലം ഒരു വ്ളോഗർമാരോ ഒരു വാർത്തയിലോ അവിടെ തകർന്ന ഭാഗങ്ങൾ പറയാൻ പാടില്ല. ബഹ്റൈനിൽ നിന്ന് വന്ന മിസൈലാണത്രേ ആ 160ഓളം പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂൾ തകർക്കാൻ കാരണമായത്. അതുകൊണ്ടാണ് ബഹ്റൈനെ ഇറാൻ വെറുതെ വിടാത്തത്. ആ കുട്ടികളുടെ മുഖമൊന്ന് കണ്ടു, പൊന്നു മക്കൾ, എന്ത് തെറ്റാണ് അവർ ചെയ്തത്? അവർ ഉയർത്തിയ ബാനറിൽ പോലുമുണ്ട്, ഈ മക്കളെ അയ്യദെമ്പിൻ കുത്തിലത്സ്, ഈ മക്കൾ എന്ത് തെറ്റെയ്തിട്ടാണ് നിങ്ങൾ കൊന്നുകളഞ്ഞത് എന്ന ഖുർആന്റെ വാക്യം ഉയർത്തിയിട്ടാണ് ഇറാൻകാർ ചോദിക്കുന്നത്. ഇറാൻകാർ ഇതിനും മറുപടി പറയാതെ ഒരൊറ്റ അമേരിക്കക്കാരനെ വിടൂല എന്നാണ് പറയുന്നത്. ഇറാൻ്റെ ശക്തി എന്താണെന്ന് ബോധ്യമായ അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നൊരു ചതി എന്താണെന്നറിയോ? അതായത് കുർദിഷായ ആൾക്കാരുണ്ട്. ഇറാഖിൽ കുർദിഷ് ഉണ്ട്, ഇറാനിലുണ്ട്. ഇറാനിൽ കുർദിഷ് എന്ന് പറഞ്ഞാൽ കുർദുകളൊക്കെ സുന്നികളാണ്. സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിൻതലമുറക്കാരാണ് ഈ കുർദിഷ് സുന്നികൾ. അവർ സുന്നി എന്നല്ല, അവരൊരു വംശമാണ്. കുർദിഷുകാർ ഭയങ്കര ധൈര്യശാലിയാണ്. അവർക്ക് ഇറാൻ സർക്കാരിനോട് ഭയങ്കര വിയോജിപ്പുണ്ട്. ഇപ്പോൾ അവരുടെ കയ്യിൽ ആയുധങ്ങൾ കൊടുത്തിട്ട് ഇറാൻക്കെതിരെ പോരാടാനുള്ള ശ്രമമാണ്. നിർഭാഗ്യവശാൽ ആ ചതിയിൽ ആര് വീണിക്കാണ്? കുർദിഷുകൾ വീണിക്കുക. കുർദിഷിൻ്റെ കയ്യിൽ ആയുധങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്നറിയോ? ഇറാനിലെ കുർദുകളും സിറിയയിലെ കുർദുകളും തുർക്കിയിലെ കുർദുകളും ഇറാഖിലെ കുർദും ഒന്നിച്ചിട്ട് ഇവർക്കൊരു പുതിയ രാജ്യം വേണമെന്ന് ഇവർ പറയും. അതുകൊണ്ട് തന്നെ തുർക്കിക്ക് ഇത് പ്രശ്നമാണ്, സിറിയക്ക് പ്രശ്നമാണ്, ഇറാഖിന് പ്രശ്നമാണ്. വെറും ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള ആയുധങ്ങൾ കൊണ്ടാണ് കോടികൾ ചെലവഴിച്ച അമേരിക്കയുടെ മിസൈലുകളെ ഇറാൻ തകർക്കുന്നത്. ഒരു കാര്യം ഇറാൻ ചെയ്യുന്നുണ്ട്, വളരെ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങളൊന്നും ഗൾഫിലേക്ക് വിടുന്നില്ല. PMA യൂസഫ് അലി പോലെയുള്ള ആളുകളെ വിളിച്ചു കൊടുത്തിട്ട് അവിടെയൊക്കെ വാർത്തകൾ നിർബന്ധപൂർവ്വം മൂടി വെപ്പിക്കുകയാണ്. മക്കൾ പറയരുത്, ഇവിടെ കുഴപ്പമൊന്നുമില്ല, സാധാരണ നിലയിൽ അൽഹംദുലില്ലാ ആളുകൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. പക്ഷേ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങളൊന്നും എവിടേക്ക് വിടുന്നില്ല, ഗൾഫിലേക്ക് ഇറാൻ വിടുന്നില്ല. അവർക്കൊരു ഡിമാൻഡേ ഉള്ളൂ, നിങ്ങളുടെ അമേരിക്കക്കാരെ അവിടുന്ന് ഒഴിപ്പിക്കുക, ഗൾഫുകാർ സ്വന്തം നിലക്ക് നിൽക്ക്. അമേരിക്കൻ താവളം ഒരുക്കി എല്ലാ രാജ്യങ്ങളും ഞങ്ങൾ ആക്രമിക്കുന്ന ചങ്കൂറ്റത്തോടെ പറയാം. രാജ്യങ്ങൾ മുഴുവൻ ഒന്നിച്ചു നിന്നിട്ടും ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ അടുത്തുനിന്ന് ഇറാനിനെ ആക്രമിക്കാനുള്ള സൗകര്യമില്ലേ ഗൾഫ് രാഷ്ട്രങ്ങൾ? ഇപ്പം ഇസ്രായേൽ, അമേരിക്ക എല്ലാം നിന്നിട്ടും അവരോടൊക്കെ ചങ്കുറപ്പോടുകൂടി പോരാടുന്ന ഇറാൻ്റെ ഒരു ധൈര്യം. അണുവായുധമുള്ള അമേരിക്ക, അണുവായുധമുള്ള ഇസ്രായേൽ, ഇവർ അണുവായുധം ഉണ്ടാക്കുന്നത് കൊണ്ട് അപ്പോൾ ഇവരുണ്ടാക്കിയ ഭ്രാന്തന്മാരുടെ കയ്യിൽ ആയുധം കിട്ടിയ പോലെയാണ് അത്ര. എന്ത് നിഗമനങ്ങളാണത്? ഒരു പരമാധികാര രാജ്യത്തെ തകർക്കുക, അതിൻ്റെ ഭരണാധികാരിയെ തകർക്കുക. ഇനി അടുത്ത ഭരണാധികാരി നശിച്ചാൽ അയാളെ കൊല്ലുന്നൊക്കെ ട്രംപ് പരസ്യമായിട്ട് പറയുന്നത്. ഇപ്പം തന്നെ യുദ്ധം എന്തുമാത്രം പ്രയാസം ഉണ്ടായിരുന്നാലും ഇവിടുന്ന് പച്ചക്കറികൾ ഗൾഫിലേക്ക് പോണില്ല. ഇപ്പം എന്നോട് പറയുന്ന ഒരു ചെറിയൊരു അച്ചാറ് കച്ചവടക്കാരൻ, എനിക്ക് 2000 രൂപയുടെ നഷ്ടം. അതായത് ഒരു ചെറിയ അച്ചാറ് കച്ചവടക്കാരൻക്ക് പല അച്ചാറുകളും ഗൾഫിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ പോക്കൊക്കെ മുടങ്ങിയിട്ട് മാഷേ ഒരു ദിവസം എനിക്ക് 2000 രൂപയുടെ നഷ്ടമാണ്. ഇത് നോക്കുമ്പോൾ വലിയ കമ്പനികൾക്ക് കോടികളുടെ നഷ്ടം. കൊറിയയിലെ സാംസങ് കമ്പനികൾക്ക് സിലിക്കോണുകൾ ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതുണ്ടാക്കണമെങ്കിൽ ഹോർമുസ് കടലിടുക്ക് വഴി ഇത് കൊണ്ടുവരണം, ഇതിന് ഇന്ധനം കിട്ടണം. 9 ദിവസത്തെ ഇന്ധനം മാത്രമേ ഉള്ളൂ. വമ്പൻ തകർച്ചയിലേക്കാണ് ലോകം നീങ്ങാൻ പോകുന്നത്. യുദ്ധം നിർത്തുന്നതിനെ കുറിച്ച് ഇറാൻ ചിന്തിക്കല്ലേ? ഇറാനിന് ആയത്തുല്ലാ ഖുമൈനിയെ കൊന്നതിനും ആ കുഞ്ഞുങ്ങളെ ബോംബിട്ട് കൊന്നതിനും അമേരിക്കയെ പാഠം പഠിപ്പിക്കുമെന്നാണ്. ഇപ്പോൾ യുദ്ധം നിർത്താനുള്ള വഴികൾ ആലോചിക്കുന്നത് ഇറാനല്ല. ഇറാൻ എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. പക്ഷേ ലോകത്ത് നമ്പർ 1 പവറായിട്ട് മാറി. അവരെന്നിട്ട് ചെയ്യുന്നൊരു ചതി, കരയുദ്ധമായിട്ട് കുർദിഷ് സൈന്യത്തിനെ കൊണ്ടുവരാം. ഇവരിങ്ങനെ കൊണ്ടുവന്ന സൈന്യങ്ങൾ പലയിടത്തുണ്ട്. സിറിയയിൽ കുറേ സുന്നികൾക്ക് ആയുധങ്ങൾ കൊടുത്തിട്ട് പിന്നെ അവരെന്നെ ഇവർക്ക് പാരായിട്ട് മാറി.
അതേപോലെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഇവർ വളർത്തിക്കൊണ്ടുവന്നു സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേ താലിബാനെ തകർക്കാൻ വേണ്ടി അമേരിക്ക ഇടപെടേണ്ടി വന്നു. അമേരിക്ക ഓരോ തവണ ഇത് ചെയ്യും. പക്ഷെ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് മാത്രം അത് മനസ്സിലാവണില്ല. ഞങ്ങളുടെ മണ്ണിൽ അമേരിക്കൻ താവളം എന്തിനു ഒരുക്കി? അതൊരുക്കിയത് കൊണ്ടാണ് ബഹ്റൈനിലും അതേപോലെ ഖത്തറിലും UAE-യിലും അബുദാബിയിലും ദുബൈയിലടക്കം ആരക്രമിക്കുന്നത്, ഇറാൻ ആക്രമിക്കുന്നത്. അവരെ താവളങ്ങളൊക്കെ ഒഴിപ്പിക്കട്ടെ, അതാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ പാഠം പഠിച്ചെന്നറിയോ, ഇത് തകർക്കാൻ പറ്റാത്ത ഈമാനിക ശക്തിയുള്ളൊരു വിഭാഗമാണ് ഇറാനികൾ. ലോകത്തെ എണ്ണശേഖരത്തിൽ 10% ഉണ്ടാകുന്നത് ഈ ഇറാനിൽ നിന്നാണ്. ആ ഭൂമിയുടെ ഒരു പ്രത്യേകത നിരവധി എണ്ണകളുടെ ശേഖരമാണ്. അതെടുക്കുന്നതോ ചൈനയും. ഇത് അമേരിക്കക്ക് കിട്ടണം, അതാണ് ഇവരുടെ ലക്ഷ്യം. ഇസ്രായേലൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ പുറത്തേക്ക് പ്രചരിപ്പിക്കണം എന്താണ്, ഇസ്രായേലൊന്നുമില്ല, ഞങ്ങൾ ചത്ത് ചാമ്പലായെന്ന് പറഞ്ഞ് കളിയാക്കി നടക്കാൻ പടച്ച റബ്ബെന്നൊന്നുണ്ട്. എത്ര വലിയ ശക്തനാണോ, ചെറു മീനുകളായിരിക്കും അവരെ തകർക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് കാത്തിരുന്ന് കണ്ടോളൂ. അപ്പോൾ ഇൻഷാ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നലെ ചോദ്യം ചോദിച്ചിരുന്നു, അതിൻ്റെ ഉത്തരം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ എന്നുള്ളതാണ്. വളരെ കറക്റ്റ് ആൻസർ, എല്ലാവരും ആ ആൻസർ എഴുതി. നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഈ ബദർ ദിനം, റമദാൻ 17 ബദർ ദിനമാണ്. ആ ബദർ ദിനത്തിൽ ആ ബദർ യുദ്ധത്തെക്കുറിച്ച് ഖുർആനിൽ അവരെ എന്താണ് വിശേഷിപ്പിച്ചെന്നുള്ളതാണ് ചോദ്യം. അതായത് ബദർ ദിനത്തിൽ വെറും 313 സ്വഹാബികളാണ് പങ്കെടുത്തത്. അതിൽ അവരുടെ കയ്യിലാകെ ചുരുങ്ങിയ 3 കുതിരകളെ ഉണ്ടായിരുന്നുള്ളൂ, 70 ഒട്ടകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ സന്നാഹങ്ങളൊന്നും, ആയുധങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. 1000-ഓളം വരുന്ന സുസജ്ജരായൊരു സൈന്യത്തോടാണ് ബദറിൽ അവർ പോരാടിയത്. അതായത് ഹിജ്റ പോയിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് ഒരു റമദാൻ മാസത്തിൽ, റമദാൻ്റെ മുൻപേ ഈ സംഘം അങ്ങോട്ട് വന്ന് യുദ്ധം നടന്നതാണ് റമദാൻ 17 കാരണം അവരുടെയൊക്കെ ഷെയറുള്ള കച്ചവടത്തിൻ്റെ ഷെയർ മക്കാരെ കയ്യിലുണ്ടായിരുന്നു. ആ ഷെയർ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചതാണ്. അത് പിന്നീട് അവർ രക്ഷപ്പെട്ടിട്ട് മക്കയിലെത്തി. പക്ഷെ തിരിച്ചു വന്ന് മക്കാർ വന്ന് അവരുടെ അഹങ്കാരമായിരുന്നു, ഞങ്ങൾ ഇത്രയും ശക്തരാണ്, പാട്ടുപാടി ചെണ്ടകൊട്ടി വാദ്യമേളങ്ങളോടെ വന്ന്. പക്ഷേ നിമിഷ നേരം കൊണ്ട് ആ ഒരു യുദ്ധത്തിൽ ആര് തകർത്തടിഞ്ഞു? ശത്രുക്കൾ തകർന്നടിഞ്ഞു. അതാണ് ബദർ ദിനം. ബദർ ദിനം എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ബദർ എന്ന് പറഞ്ഞാൽ, അൽ ബദർ എന്ന് പറഞ്ഞാൽ റസൂലുള്ളയാണ്. പലരും അൽ ബദർ ഏതൊരു കിണർ എന്നൊക്കെ പറഞ്ഞാൽ കിണറല്ല. അഷ്റഖ അൽ ബദറു അലൈന, അൽ ബദർ അഹ്ലുൽ ബദർ എന്ന് പറഞ്ഞാൽ ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാൻ്റെ ആളുകൾ. അതാണ് അസ്ഹാബുൽ ബദർ, റസൂലുള്ളാൻ്റെ അസ്ഹാബുകൾ. അല്ലാതെ ബദർ എന്ന് പറയുന്ന യുദ്ധത്തിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ടല്ല ബദരീങ്ങൾ എന്ന് പറയുന്നത്. ആ യുദ്ധത്തിൽ ഉസ്മാൻ റളിയല്ലാഹു പങ്കെടുത്തിട്ടില്ലല്ലോ, പക്ഷെ ബദരീങ്ങൾ എണ്ണാറുണ്ടല്ലോ. അസ്ഹാബു അൽ ബദർ, അവർക്കൊരുപാട് പ്രത്യേകതകളുണ്ട്. അവരെ പേര് വിളിച്ചിട്ടുള്ള മാലകളും അതേപോലെ കീർത്തനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവരത്രയും പവിത്രതയുള്ള സ്വഹാബികളുടെ ആത്മീയമായ ഉന്നതിയിലുള്ള ആളുകളാണ്. അവരെന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് മുൻകൂട്ടി പറഞ്ഞവരാണ്. അവരിലെ പല സ്വഹാബികളും പിന്നീട് പല തെറ്റുകൾ ചെയ്തിട്ടും ആ ഭരണകൂടം അവരെ വെറുതെ വിട്ടതാണ്. കാരണം അള്ളാഹു വെറുതെ വിട്ടതാണല്ലോ അവരെ. അവർക്ക് പിന്നീട് പെൻഷൻ കൊടുത്തിരുന്നു. റസൂലുള്ളാഹിനെ ബഹുമാനിച്ചിട്ടാണ് മലക്കുകൾ ഇറങ്ങിയത്. ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങിയത്. ഒരു മലക്ക് ഇറങ്ങിയാൽ തന്നെ ഇവർ തീരൂലേ? അപ്പോൾ ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങിയിട്ട് അവർക്ക് അതിൻ്റെ മഹത്വം കിട്ടാനാണ് മലക്കുകൾ ഇറങ്ങിയ ഒരേ ഒരു യുദ്ധം. ഒരുപാട് സവിശേഷതകളുള്ള യുദ്ധമാണ് ബദർ യുദ്ധം. ആ ബദറിൻ്റെ ഓർമ്മ നമ്മുടെ നാട്ടിൽ, അതിൻ്റെ ഓർമ്മക്ക് മാംസം കൊടുക്കുന്നവരുണ്ട്, അരി കൊടുക്കുന്നവരുണ്ട്, മൗലിദ് ഓതുന്നവരുണ്ട്, യുദ്ധചരിത്രങ്ങൾ പറയുന്നവരുണ്ട്, അതിനെ കളിയാക്കുന്നവരുണ്ട്, വിമർശിക്കുന്നവരുണ്ട്, പല ജാതി ആളുകളുണ്ട്. പക്ഷെ അസ്ഹാബുൽ ബദർ സത്യമാണ് കേട്ടോ. അവരെ പേര് വിളിക്കുന്നത് നമുക്കൊരുപാട് ഗുണവും സന്തോഷവും ഉണ്ടാകുന്നൊരു കാഴ്ചയാണ്. ചിലർക്കതൊക്കെ എന്തോ ഒരു കളിയാക്കുന്ന. പണ്ട് അവിടെ സ്മാരകങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മക്കത്ത് പോയി കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ബദർ യുദ്ധം നടന്ന സ്ഥലത്ത് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരു പള്ളി തൊട്ടുപ്പുറത്തുണ്ട്, പ്രത്യേക അടയാളപ്പെടുത്തിയുള്ള സ്ഥലങ്ങളുണ്ട്. പണ്ട് അവിടെ സ്മാരകങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് വന്ന സർക്കാർ അതെന്ത് ചെയ്താണ്? നശിപ്പിച്ചതാണ്. എന്തായാലും ഈ ഒരു ബദർ യുദ്ധത്തിലെ ബദരീങ്ങളുമായി ബന്ധപ്പെടുന്ന ഓർമ്മകൾ മലയാളികൾ ഒരിക്കലും മറക്കില്ല. കാരണം അത് മലയാളികളുടെ ഒരു സമൂഹത്തിൽ പല വിധത്തിലായിട്ട് ഗാനമായിട്ടും കീർത്തനങ്ങളായിട്ടും പ്രാർത്ഥനകളായിട്ടും നമ്മളതിനെ ആചരിക്കലുണ്ട് പള്ളികളിലും മറ്റൊക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, വിശുദ്ധ ഖുർആനിലെ ബദർ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞൊരു വാചകം എന്താ? ആ ഒരു പ്രയോഗം എന്താ? ഞാൻ 2 ഓപ്ഷൻ പറയാം. ഒന്ന് യൗമുൽ ഫുർഖാൻ, മറ്റൊന്ന് യൗമുൽ ഫതഹ്. യൗമുൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും വേർതിരിച്ച ദിവസം. യൗമുൽ ഫതഹ് എന്ന് പറഞ്ഞാൽ ദിഗ്വിജയ ദിവസം, അതായത് വിജയത്തിൻ്റെ ദിവസം. ഇതിലേതാണ് വിശുദ്ധ ഖുർആനിൽ ബദർ യുദ്ധത്തെക്കുറിച്ച് പരാമർശിച്ചതെന്നാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.